നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ്. അപ്പൊ കഴിഞ്ഞ എക്സാമിന് അതായത് 10th പ്രിലിംസിന്റെ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡി എന്ന് പറഞ്ഞിട്ട് ചേരുംപടി ചേർക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് 10th പ്രിലിംസിന് മാത്രമല്ല എല്ലാ എക്സാംസിനും ഇങ്ങനെ ആസ്ഥാനങ്ങളും അതിന്റെ സംഘടനകളും അതിന്റെ ആസ്ഥാനങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ജനീവ, നാറ്റോ, ബ്രസൽസ്, ഗ്രീൻ പീസ്, ആംസ്റ്റർഡാം, ഇന്റർപോൾ, ലിയോൺ ഇങ്ങനെയായിരുന്നു തന്നിരുന്നത്. അപ്പൊ ഇതില് തെറ്റായ ജോഡി എന്ന് വെച്ചാല് ADB അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില, ഫിലിപ്പീൻസ് ആണ്. അപ്പൊ ജനീവ അല്ല, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നാറ്റോ, ബ്രസൽസ് ആണ്. ഗ്രാൻഡ് പീസ്, ആംസ്റ്റർഡാം, ഇന്റർപോൾ, ലിയോൺ. അപ്പം ഒന്ന് മാത്രമായിരുന്നു അതിൽ തെറ്റായിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെയാണ്? മനില, ഫിലിപ്പീൻസിലാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര സംഘടനകളും അതിന്റെ ആസ്ഥാനങ്ങളുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എല്ലാ കോഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമുക്കിപ്പം ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്വിസുകൾ, മോക്ക് എക്സാംസ്, അങ്ങനെ എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അത് വാങ്ങിച്ച് നിങ്ങൾക്ക് അതും പഠിക്കാം. നിങ്ങൾക്ക് കാക്കിയുടെ അതായത് ഓപ്പറേഷൻ കാക്കി മിഷൻ കാക്കി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ ഫോഴ്സും കിട്ടും. അതല്ല നിങ്ങൾക്ക് എല്ലാ ഫോഴ്സും വേണ്ട, ഏതെങ്കിലും ഒരു ഫോഴ്സ് മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യുക, അതായിട്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. പിന്നെ സെക്കൻഡറി അസിസ്റ്റന്റ്, CPO, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ. മാത്രമല്ല ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു. അപ്പൊ എല്ലാ ക്ലാസ്സുകളും അതിൽ അവൈലബിൾ ആണ്. അപ്പൊ എത്രയും വേഗം ജോയിൻ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ ഈ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട UN നേഷൻസ് ആണ് കേട്ടോ. അതായത് യുണൈറ്റഡ് നേഷൻസ്, UN എന്ന് പറയും. ഐക്യരാഷ്ട്ര സഭ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഐക്യരാഷ്ട്ര സഭ നിങ്ങൾക്ക് GK സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ അതിന്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല, എന്താണെന്നും അത് അതിന്റെ ആസ്ഥാനവും മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ തന്നെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആസ്ഥാനങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് UN അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ ഐക്യരാഷ്ട്ര സഭ എന്താണെന്ന് നോക്കാം. അത് സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24 സോ അതുകൊണ്ട് തന്നെ UN ഡേ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 24. അപ്പൊ അത് സ്ഥാപിതമായ ദിവസം തന്നെയാണ് നമ്മൾ അതിന്റെ UN ഡേ ആയിട്ട് ആചരിക്കുന്നത്. UN ഡേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ ആസ്ഥാനം എന്ന് പറയാം മാൻഹട്ടൻ, ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. സെക്രട്ടറി ജനറൽ ഓർത്തിരിക്കുക അന്റോണിയോ ഗുട്ടറസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം 9th സെക്രട്ടറി ജനറൽ ആണ് ഐക്യരാഷ്ട്ര സഭയുടെ. 2016 അദ്ദേഹം അതിൽ ഐക്യരാഷ്ട്ര സഭയില് സെക്രട്ടറി ജനറൽ ആയിട്ട് അധികാരമേറ്റത്. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസ് ആണ് കേട്ടോ. അദ്ദേഹം പോർച്ചുഗീസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പഴയ. സോ പോർച്ചുഗീസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അയാളുടെ പുള്ളി ഏത് രാജ്യത്തുള്ളതാണെന്ന് പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ. അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി പോർച്ചുഗൽ ആണ്. അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിൽ അംഗങ്ങളായിട്ടുള്ളത് 193 രാജ്യങ്ങളാണ്. എത്ര രാജ്യങ്ങളാണ്? 193 രാജ്യങ്ങളാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സഭയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതൊക്കെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അപ്പൊ 193 രാജ്യങ്ങളാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി പോർച്ചുഗൽ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം 9th സെക്രട്ടറി ജനറൽ ആണ്. 2016 ചെയ്തത്. UN ഡേ എന്നാണ് ഒക്ടോബർ 24. മാത്രമല്ല കുറച്ചുകൂടി ഉണ്ട് ഇതിനെപ്പറ്റി. 193 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. 193ാമതായി ചേർന്ന രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഓക്കെ, ദക്ഷിണ സുഡാൻ ചേർന്നത് എപ്പോഴാണ്? 2011 ജൂലൈ 14 ചേർന്ന്. ഇതൊക്കെ നിങ്ങൾ GKയിൽ ഐക്യരാഷ്ട്ര സഭ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഇതിപ്പോ നമ്മൾ ആസ്ഥാനങ്ങൾ പഠിക്കുന്നതോട് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. അത് പെർമനന്റ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്. ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. അപ്പൊ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US അപ്പൊ ഇവരാണ് അതിന്റെ പെർമനന്റ് ആയിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ രാജ്യങ്ങളുടെ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടായ്മയാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN എന്ന് പറയുന്നത്. ഇന്ത്യ ജോയിൻ ചെയ്തത് 1945 ഒക്ടോബർ 30 ആര് ജോയിൻ ചെയ്തത്? ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്.
അപ്പൊ അതിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെന്ന് വെച്ചാൽ ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, അറബിക് ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്. അപ്പൊ അതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അവര് യൂസ് ചെയ്യുന്നത്. ഓക്കെയാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഇത് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. അടുത്ത IMF അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി എന്ന് മലയാളത്തിൽ പറയും. എക്സാംസിന് ഇപ്പം ഏത് എക്സാംസ് ആണ്? ഇപ്പൊ ചില നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ 12th ലെവലോ ഒക്കെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ 10th പ്രിലിംസ് അല്ലെങ്കിൽ LGS പോലുള്ള എക്സാംസിന് അന്താരാഷ്ട്ര നാണയനിധി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. IMF എന്ന് ചോദിക്കാം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധി എന്ന് ചോദിക്കാം. അത് സ്ഥാപിതമായത് 1945 ഡിസംബർ 27 ആണ്. അറ്റ്ലീസ്റ്റ് വർഷമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്. USA വാഷിംഗ്ടൺ DC. IMF-ഉം വേൾഡ് ബാങ്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ അന്താരാഷ്ട്ര നാണയനിധി 1945 വാഷിംഗ്ടൺ DC USA അതിന്റെ ആസ്ഥാനം. ക്രിസ്റ്റാലിന ജോർജിയ അതിന്റെ ഹെഡും കൂടി പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ക്രിസ്റ്റാലിന ജോർജിയ. അടുത്ത വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് ലോകബാങ്ക് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. 1944 ജൂലൈ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം IMF-ഉം വേൾഡ് ബാങ്കും ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടൻ വുഡിൽ വെച്ചുണ്ടായ ഒരു സമ്മേളനത്തെ തുടർന്നാണ് IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ ഉണ്ടായത്. ഞാൻ GK-യിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ വേൾഡ് ബാങ്ക് 1944 ജൂലൈ ആണ് പ്രവർത്തനം ആരംഭിച്ചതാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ 44-45 എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വാഷിംഗ്ടൺ DC ആണ്. അതും IMF-ഉം അത് ബ്രിട്ടൻ ഹുഡ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. വാഷിംഗ്ടൺ DC USA കേട്ടോ. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് അജയ് ബാങ്കയാണ് അതിന്റെ വേൾഡ് ബാങ്കിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത മെയിൻ ആയിട്ടുള്ളതാണ് ഹു എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന എന്ന് പറയും. ലോകാരോഗ്യ സംഘടന എന്ന് മലയാളത്തിലാണ് പറയുന്നത്. അപ്പൊ 1948 ഏപ്രിൽ 7 സ്ഥാപിതമായത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ ആസ്ഥാനമാണ് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ടെഡ്രോസ് അദ്നോം ഗീബ്രിയേസസ് ആണ്. അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് ഹു അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹു എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. അടുത്ത ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതാണ് നമുക്ക് കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസിൽ 10th പ്രിലിംസിൽ ചോദിച്ചത്. അത് തെറ്റായിട്ട് വരുന്ന ജനീവ എന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മനില, ഫിലിപ്പീൻസ് ആണ്. 1966 അത് സ്ഥാപിതമായത്. മനില, ഫിലിപ്പീൻസിലാണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. അതിന്റെ ഹെഡ് വരുന്നത് മസാസ്കു അസ്കാവ. ജപ്പാൻ പേരാണ്. നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ പ്രൊനൗൺസിയേഷനും ഞാൻ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇതുപോലെ നാറ്റോ നമ്മുടെ LDC-ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് നാറ്റോ അത് സംബന്ധിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നാറ്റോവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അത് 1949 ഏപ്രിൽ 4 സ്ഥാപിതമാകുന്നത്. അതിന്റെ ആസ്ഥാനമാണ് നമുക്ക് പ്രധാനം ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് അതിന്റെ ആസ്ഥാനം. മാർക്ക് റൂട്ടെ അതാണ് ഹെഡിന്റെ പേര്. മാർക്ക് റൂട്ടെ. ചിലത് സെക്രട്ടറി ജനറൽ എന്നായിരിക്കും ഹെഡിനെ പറയുന്നത്, ചിലത് പ്രസിഡന്റ് എന്നായിരിക്കും. അതുകൊണ്ടാണ് ഹെഡ് എന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ. അടുത്ത ILO അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്നാണ് അതിനെ പറയുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഓർത്തിരിക്കുമ്പോൾ മലയാളം പേരും ഇംഗ്ലീഷും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. 1919 ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. ഒരുപാട് എണ്ണത്തിന്റെ ജനീവ, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. അതുകൊണ്ട് മാറിപ്പോകരുത് കേട്ടോ. ഗിൽബർട്ട് ഹനോങ്ബോ ആണ് എന്താണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോക്കുന്നത് ILO ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് കേട്ടോ. 1919 സ്ഥാപിതമായത്. ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് ആസ്ഥാനം വരുന്നത്. ഗിൽബർട്ട് ഹനോങ്ബോ ആണ് അതിന്റെ ഹെഡ് വരുന്നത്. ഓക്കെയാണ്. അടുത്തത് യുണിസെഫ് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ നിധിയാണ്. 1946 ഡിസംബർ 11 സ്ഥാപിതമായത്. ആസ്ഥാനം ഹെഡ് ഓഫീസ് വരുന്നത് ന്യൂയോർക്ക് ആണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് ആണ്. കാത്തറിൻ മേരി റസൽ എന്നാണ് ഹെഡിന്റെ പേര്. അപ്പൊ യുണിസെഫ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. യുണിസെഫ് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ നിധി എന്നായിരിക്കും മലയാളത്തിൽ ചോദിക്കുക. 1946 സ്ഥാപിതമായത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്ക് ആണ്. അതിന്റെ ഇപ്പോഴത്തെ ഹെഡ് വരുന്നത് കാത്തറിൻ മേരി റസൽ. ഓക്കെയാണ്. അതുപോലെ തന്നെ അടുത്ത്
FAO അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, മലയാളത്തിലാണെങ്കിൽ ഭക്ഷ്യ കാർഷിക സംഘടന. എന്താണ് ഭക്ഷ്യ കാർഷിക സംഘടന അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, FAO എന്ന് നമ്മള് ചുരുക്കപ്പേരിൽ പറയും. 1945 ഒക്ടോബർ 12 സ്ഥാപിതമായത്. റോം, ഇറ്റലിയാണ്. റോം വരുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. റോം വേറെ അധികം ഒന്നും വരുന്നില്ല, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ റോമിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഹെഡ് എന്ന് പറയുമ്പോ ഒരു പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൊനൗൺസിയേഷൻ, ക്യൂ ഡോങ്ക്യൂ എന്നാണ് കേട്ടോ. ചൈനീസ് പേരോ ജപ്പാൻ പേരോ എന്തോ ആണ്. ഓക്കെ, അപ്പൊ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്താണ് റോം എന്ന് പഠിക്കുക. റോം അത് മാത്രം, റോമില് ബാക്കിയെല്ലാം നമ്മൾ ജനീവ, മനില അങ്ങനെ ഒരുപാട് പേരാ പഠിക്കുന്നത്, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC. അപ്പം വ്യത്യസ്തമായിട്ടുള്ളത് റോം ആണ്. അതെന്താണ് ഫുഡിന്റെ ആണെന്ന് ഓർത്തിരിക്കുക. ഭക്ഷ്യ കാർഷിക സംഘടനയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? റോം, ഇറ്റലിയിലാണ് കേട്ടോ. അടുത്തത് യുനെസ്കോ. യുനെസ്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് യുനെസ്കോ എന്ന് നമുക്കറിയാം. അപ്പൊ യുനെസ്കോ 1945 നവംബർ 16 സ്ഥാപിതമാകുന്നത്. പാരീസ്, ഫ്രാൻസ് ആണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. ഓഡ്രെ അസുലെ അതാണ് അതിന്റെ ഹെഡിന്റെ പേര്, ഓഡ്രെ അസുലെ. അപ്പം യുനെസ്കോ ഇമ്പോർട്ടന്റ് ആണ്. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ, അത് സ്ഥാപിതമായത് 1945. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാരീസ്, ഫ്രാൻസിലെ പാരീസിലാണ്. ഓഡ്രെ അസുലയാണ് അതിന്റെ ഹെഡ് വരുന്നത്. അടുത്ത് UNDP, അതായത് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര വികസന പരിപാടി എന്ന് പറയും. 1965 ഹെഡ് ഓഫീസ് എന്താണ്? ന്യൂയോർക്കിൽ തന്നെയാണ്. അഷീം സ്റ്റെയ്നർ ആണ് അതിന്റെ ഹെഡ് വരുന്നത്. ആസ്ഥാനങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. മേ ബി നമുക്ക് ഇതുപോലെ ചേരുംപടി ചേർക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് കൃത്യമായി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അടുത്ത് UNEP, UNDP പഠിച്ചു, UNEP പഠിച്ചു, യുണിസെഫ് പഠിച്ചു, യുനെസ്കോ പഠിച്ചു. അപ്പം എല്ലാം UN-മായി ചേർന്ന് വരുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സംഘടനകളാണ്. അപ്പൊ അതിന്റെ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കുക. UNEP ഫുൾ ഫോം പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ പേര് നമുക്ക് മാറാൻ ചാൻസ് ഇല്ല. UNEP എന്ന് പറയുന്നതാണ് എന്താണ്? UN എൻവയോൺമെന്റൽ പ്രോഗ്രാം ആണ് കേട്ടോ. UN എൻവയോൺമെന്റൽ പ്രോഗ്രാം. UN എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ. സ്ഥാപിതമായത് 1972 നെയ്റോബി, കെനിയയിലാണ്. വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം ജനീവ, സ്വിറ്റ്സർലാൻഡ് അതൊന്ന് മാറിയിട്ട് നമ്മൾ ഫുഡിന്റെ പഠിച്ചപ്പോ റോം, ഇറ്റലി പഠിച്ചു. ഇപ്പൊ എന്താണ്? UNEP എവിടെയാണ്? നെയ്റോബി, കെനിയയിലാണ്. ഓക്കെ, ഇൻകർ ആൻഡേഴ്സൺ ആണ് അതിന്റെ ഹെഡിന്റെ പേര്. ഓക്കെ, UNEP UN എൻവയോൺമെന്റൽ പ്രോഗ്രാം ആണ്. 1972 സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കെനിയയിലെ നെയ്റോബിയാണ്. ഇൻകർ ആൻഡേഴ്സൺ ആണ് അതിന്റെ ഹെഡിന്റെ പേര്. അടുത്ത് വരുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന. 1995 ജാനുവരി 1 സ്ഥാപിതമായത്. ഇതെവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. അടുത്ത് OPEC. OPEC എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ് ആണ്. കൂടുതലും ഗൾഫ് കൺട്രീസ് ആണ് വരുന്നത്. എനിക്കൊന്നൊരു 13 കൺട്രീസോളം വരുന്നുണ്ട്. അപ്പൊ OPEC എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? P വരുമ്പോൾ നമ്മൾ പെട്രോളിയം ആണെന്ന് ഓർത്തിരിക്കുക. OPEC ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ് ആണ്. 1960 സ്ഥാപിതമായത്. ഇത് വിയന്ന, ഓസ്ട്രിയയാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. ഹൈത്തം അൽ ഗെയ്സ്, അങ്ങനെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഹൈത്തം അൽ ഗെയ്സ് കേട്ടോ. അപ്പൊ പുള്ളിയാണ് അതിന്റെ ഹെഡ് വരുന്നത്. അപ്പം OPEC എന്ന് പറയുമ്പോൾ എന്താണ്? പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ വിയന്ന, ഓസ്ട്രിയ ആണ് അതിന്റെ ഹെഡ് വരുന്നത്. എന്താണ്? ഹൈത്തം അൽ ഗെയ്സ് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. അടുത്ത് നോക്കാനുള്ളത് IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. 1957 വിയന്ന, ഓസ്ട്രിയ നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ്? OPEC-ഉം വിയന്ന, ഓസ്ട്രിയയാണ് പഠിച്ചിരിക്കുന്നത്. IAEA അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് ചോദിക്കും. വിയന്ന, ഓസ്ട്രിയയാണ്. ഇനി വരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ലോകത്തിലെ തന്നെ നീതിന്യായ കോടതി, നമുക്ക് സുപ്രീം കോടതി പോലെ ലോകത്തിലുള്ളതാണ് എന്ത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. അതെവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗ് ആണ്. ഹേഗ്, നെതർലാൻഡ്സ്. അപ്പൊ നമ്മൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി മാത്രമേ ഈ ഹേഗിലാണെന്ന് പഠിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് ഓർത്തിരിക്കുക, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ്? ഹേഗ്, നെതർലാൻഡ്സ് ആണ്.
പിന്നെ വരുന്നത് വാഡ അല്ലെങ്കിൽ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി വരുന്നത് മോൺട്രിയൽ കാനഡയാണ് കേട്ടോ. മോൺട്രിയൽ കാനഡയാണ്. സ്ഥാപിതമായത് 1999 അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? IAEA അതായത് അറ്റോമിക് എനർജി ഏജൻസിയാണ്. വിയന്ന ഓസ്ട്രിയ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരുന്നത് നെതർലാൻഡ്സിലെ ഹേഗ് ആണ്. അതുപോലെ വാഡ എന്ന് ഓർത്തിരിക്കുമ്പോ തന്നെ നമുക്ക് ഓർത്തിരിക്കുക വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. വാഡ എന്ന് ഓർത്തിരിക്കുക. വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി മോൺട്രിയൽ കാനഡയാണ്. 1999 സ്ഥാപിതമായത്. ഇനി കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ഇന്റർപോൾ നമുക്ക് 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേരുംപടി ചേർക്കാനായിട്ട്. റെഡ് ക്രോസ് എവിടെയാണ്? ജനീവയാണ്. യൂറോപ്യൻ യൂണിയൻ EU എന്ന് ഓർത്തു വയ്ക്കുക. യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ഇന്റർപോൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ലിയോണിലാണ്. സാർക്ക് കാഠ്മണ്ഡു. സാർക്ക് എവിടെയാണ്? കാഠ്മണ്ഡു. സാർക്ക് ഉച്ചകോടി, ആസിയൻ ഉച്ചകോടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സാർക്കിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് വരുന്നത്? കാഠ്മണ്ഡു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? കാഠ്മണ്ഡു. അതുപോലെ ആസിയാന്റേത് ജക്കാർത്തയാണ് വരുന്നത്. ജക്കാർത്ത. ഓക്കെയാണ്. അപ്പൊ എല്ലാം ഒന്നുകൂടെ ഓർത്തിരിക്കുക. നമ്മളെ UNDP, UNEP, യുനെസ്കോ, യുണിസെഫ്. അപ്പം UN ചേർന്ന് വരുന്നത് മാറിപ്പോകാതിരിക്കുക. നിങ്ങൾക്ക് ഒരു വർഷങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേരുകൾ മാത്രം, അതായത് ഹെഡ് ഓഫീസും ഹെഡ് ക്വാർട്ടേഴ്സും അതിന്റെ ഹെഡിന്റെ പേര്, സെക്രട്ടറി ജനറൽ ആണോ പ്രസിഡന്റ് ആണോ ആരാന്ന് വെച്ചാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇനി വരുന്ന എക്സാംസിന് എന്ത് ചെയ്യാൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.